നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ചത് ഗൗരവമേറിയ നിരവധി തെളിവുകൾ പക്ഷപാതത്തോടെ തള്ളിയെന്നും നിയമോപദേശത്തിലുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വളരെ ഗൗരവമേറിയ പരാമർശങ്ങളാണ് നിയമോപദേശത്തിലുള്ളത്. ഏത് സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു നിയമോപദേശം തേടിയത്? ഒരുപക്ഷെ ഈ വിധി വന്ന ശേഷം സമൂഹത്തിൽ ഉയർന്നു വന്ന പല വിമർശനങ്ങളെയും അടിവരയിടുന്നതല്ലേ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ നിയമോപദേശം? തീർച്ചയായും ശ്രീജ, നമുക്കറിയാം ഈ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നതിന് ശേഷവും ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കേസും ഉണ്ടാകില്ല. അതിന്റെ വിധി വന്നതിന് ശേഷം അതിൽ പ്രധാനപ്പെട്ട 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട ജഡ്ജിയെ തുടക്കം മുതൽ തന്നെ വളരെയേറെ വിമർശിച്ചു. അത് അതിജീവിത ഉൾപ്പെടെ ഈ ജഡ്ജിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാണ് ഇപ്പോൾ നേരത്തെ തന്നെ സർക്കാർ നിലപാടെടുത്തതാണ്. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് ഇതിലെ അപ്പീൽ നൽകും എന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോസിക്യൂഷൻ ഏജിയോട് നിയമോപദേശം ആവശ്യപ്പെട്ടത്. ആ നിയമോപദേശത്തിലാണ്, അതായത് സർക്കാരിന് നൽകിയ നിയമോപദേശത്തിലാണ് ഈ ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വിധി പറയാൻ ജഡ്ജി അർഹയല്ല. മെമ്മറി കാർഡ് ചോർന്ന കേസിലെ സംശയ നിഴലിലായ വിചാരണ കോടതി ജഡ്ജിയാണ്. അതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശം ഇല്ല എന്നതാണ് ഈ നിയമോപദേശത്തിൽ പ്രധാനമായും പറയുന്നത്. ഒപ്പം ദിലീപിനെ വെറുതെ വിടാൻ എഴുതിയ വിധിയാണ്. ദിലീപിനെതിരെ സമർപ്പിച്ചിരിക്കുന്നത് ഗൗരവമേറിയ നിരവധി തെളിവുകളാണ്. അതായത് ദിലീപിനെതിരെ നിരവധി തെളിവുകൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ജഡ്ജി അതൊന്നും പരിഗണിക്കാതെ ദിലീപിനെ എങ്ങനെ വെറുതെ വിടാമെന്നത് മാത്രം നോക്കിക്കൊണ്ടുള്ളൊരു വിധിയാണ് പുറപ്പെടുവിച്ചത്. എല്ലാം പക്ഷപാതത്തോടെയാണ് കോടതി തള്ളിയത്. ജഡ്ജിയുടെ പെരുമാറ്റത്തിലും വിവേചനമുണ്ടായി. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചിട്ടില്ല എന്നുകൂടി ഈ സർക്കാരിന് കൊടുത്ത നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാൻ അനുവദിച്ചു. മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. എങ്കിൽ പോലും ഈ അതിജീവിതയും പ്രോസിക്യൂഷനും ഒക്കെ ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും അവരെ തുടരാൻ അനുവദിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള തെറ്റാണെന്ന് തന്നെയാണ് ഈ നിയമോപദേശത്തിൽ പറയുന്നത്. അവരുടെ പ്രവൃത്തിയെ അനുമോദിക്കുന്ന തരത്തിലായിരുന്നു ഈ ജഡ്ജിയുടെ വിധി പറഞ്ഞിരിക്കുന്നത്. ആ വിധി പകർപ്പിലും അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടായി. എന്തായാലും അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ ഇതിന്റെ വിധി വന്നതിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു ഉറപ്പായും അപ്പീൽ നൽകും. അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. വലിയ പ്രതിഷേധം തന്നെയാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നത് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട. ഇതിൽ അതിജീവിത പോലും പരസ്യമായിട്ട് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശത്തിൽ ജഡ്ജിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.